പിന്നെ അങ്ങനെ നമ്മളെ വണ്ടിന്റെ അകം കാണുന്നതിന് മുന്നതാക്കണോ, ഇതാണ് നമ്മളെ വണ്ടിയിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന നമ്മളെ വാഷ്റൂമാണിത്. ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും നമ്മളെ വീണ്ടും പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ ഇല്ല വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമ്മളെ നൈസ് റോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളെ തൊട്ട ബാക്കിൽ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക് കോഴിക്കോട്ടേക്കുള്ള കാവേരി ബസ്സാണ് കിടക്കുന്നത്. ഈ വണ്ടിയിലില്ല ചെറുതായിട്ടുള്ളൊരു യാത്ര. നമ്മളിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വണ്ടിയൊന്നുമല്ല, ബാത്റൂം സൗകര്യം ഉൾപ്പെടെയുള്ള വണ്ടിയാണ് ഈ ബാക്ക് കിടക്കുന്നത്. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വണ്ടിയൊന്നുമല്ല, ബാത്റൂം വരെ നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. സമയം ഏകദേശം 6 മണി 7 മണിയാവാനായി. വണ്ടിൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 7 മണിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയിലുള്ള ആൾക്കാരൊന്ന് പരിചയപ്പെടാം. അങ്ങനെ തകണു നമ്മളെ ഗ്യാപ്പ് റോഡിൽ നമ്മളെ ചെക്കൻ, അതായത് ഒരു അടാർ സാധനമല്ലേ മോമിൽക്കാനുണ്ടല്ലേ. മോമിൽക്കാനെ പറയേണ്ട ആവശ്യമില്ല. മോമിൽക്ക ഇപ്പം നമ്മളെ അൺസീസൺ ആയതുകൊണ്ട് ട്രിപ്പ് കുറച്ച് കുറവായതുകൊണ്ട് പിന്നെ മോമിൽക്കാന്റെ പടക്കുതിര നമ്മളെ കാർലോ അല്ലേ, കാർലോ വർക്കിന് കയറിയതുകൊണ്ട് മോമിൽക്ക കുറച്ച് ദിവസം തകണം നമ്മൾ അഫ്സൽഖാന്റെ കൂടെ ഈ വണ്ടിയിലല്ലത്. അപ്പൊ നമുക്ക് ഇന്ന് യാദൃശികമായിട്ട് മോമിൽക്കാനെ കിട്ടി ബാംഗ്ലൂരിൽ നിന്ന്. മോമിൽക്ക വണ്ടി എന്താ പാട്? സെറ്റ് വണ്ടിയാണ്, അതായത് പുതുപുത്തൻ വണ്ടിയാണ് അല്ലേ. വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പൊ 3 ദിവസമായി? വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം ഒരു മാസത്തിന്റെ അടുത്താവണം. ഒരു മാസം ആവണുള്ളൂ. അതായത് വണ്ടി ട്രിപ്പ് ആയി തന്നെ നമ്മൾ കുറച്ച് വർക്കിനും കാര്യങ്ങളൊക്കെ ഓടിയിട്ടില്ല. അങ്ങനെ ഇതാണ് വണ്ടിന്റെ ടോട്ടൽ നീളം എന്ന് പറഞ്ഞാൽ 13.5 മീറ്ററാണ് മക്കളെ ഈ കാണുന്നത്. പിന്നെ വണ്ടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോ അല്ലെ മോമിൽക്ക, ഇത് നമ്മളെ ചന്ദ്രണ്ണൻ, അത് കാവേരിന്റെ മാനേജറാണ്, ബാംഗ്ലൂരിലെ മാനേജർ അല്ലേ. ബാംഗ്ലൂരിലെ യാർഡിലെ മെയിൻ മാനേജറാണ് നമ്മളെ ചന്ദ്രണ്ണനാണ്. നമ്മളെ കാലിക്കറ്റിൽ ആരാണില്ലേ? റിഷാംഖാനെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. നമ്മളിനി നാളെ ഈ ട്രിപ്പ് നമ്മൾ തിരിച്ച് കാലിക്കറ്റ് എത്തുമ്പോ റിഷാദ് ഖാനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇതാണ് നമ്മൾ ചന്ദ്രണ്ണ. സുഖല്ലേ? ഹാപ്പിയാണ്? വണ്ടി എപ്പോഴും ഇരിക്ക്? വണ്ടി സൂപ്പർ സർ, സൂപ്പർ BS6 സൂപ്പർ വെഹിക്കിൾ. BS6 സൂപ്പർ വെഹിക്കിള്. ഇതില് ക്യാബിൽ എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് വണ്ടി ഫുള്ള് CCTV കൺട്രോളിലാണ്. അതായത് ഇവിടെ ഒരു CCTV ഉണ്ട്. ടോട്ടൽ എത്ര CCTV ഉണ്ട്? 5 CCTV ഉണ്ട്. ലൈവ് റെക്കോർഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ സേഫ്റ്റി ഒക്കെ നമ്മൾ ഫയർ ഉണ്ട് അല്ലേ. ഫയർ സേഫ്റ്റി ആണ് ഈ വരുന്നത്. ഇത് മോമിൽക്ക, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ എൻജിൻ റൂമിലേക്ക് ഇല്ലല്ലേ എല്ലാം മൊത്തം. അതായത് നമ്മളെ എൻജിൻ റൂമിൽ ഇപ്പൊ നമ്മൾ കുറെ ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നൈറ്റ് സർവീസിൽ. അപ്പൊ ഇപ്പൊ പുതിയതായി വരുന്ന വണ്ടിയിലില്ല ഫയർ സേഫ്റ്റിന്റെ ആണ് ഈ കാണുന്നത്. അപ്പൊ അണ്ണാ താങ്ക് യു. നമ്മൾ വീണ്ടും കാണും. വണ്ടിന്റെ ഉള്ളിൽ മൊത്തം കാണിക്കല്ലേ? ഓക്കെ. പിന്നെ അങ്ങനെ നമ്മളെ വണ്ടിന്റെ അകം കാണുന്നതിന് മുന്നതാക്കണോ, ഇതാണ് നമ്മളെ വണ്ടിയിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന നമ്മളെ വാഷ്റൂമാണിത്. വാഷ്റൂം കണ്ടില്ല, അത്യാവശ്യം നല്ല നീറ്റ് വാഷ്റൂമാണ്. ലേഡീസിനൊക്കെ നല്ല ഉപകാരമാവും ഈ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ. അണ്ണൻ കൂടെ ഉണ്ട്. ഈ സൈഡിൽ കണ്ടില്ലേ, അത് നമ്മളെ ബാത്റൂമിന്റെ സൈഡാണ് ഈ വരുന്നത്. പിന്നെ ഇവിടുന്ന് മൊത്തം എത്ര സീറ്റ് ഇருக்கு? 22 സീറ്റ് സിറ്റിംഗ് സർ. 22 സീറ്റ്. പുഷ് ബാക്ക് ഹെഡ്റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ലക്ഷറി സീറ്റാണ് വരുന്നത്. ലെഗ് വെച്ച് കഴിഞ്ഞാല് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ചാർജിങ് സപ്പോർട്ടിങ് ഒക്കെ ഉണ്ട് അല്ലേ. അതില് C ടൈപ്പ് വരുന്നുണ്ട്, നമ്മൾ നോർമൽ ഫ്ലഗ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളക്കുപ്പി വെക്കാനുള്ളതും അതുമാതിരി ചെറുതായിട്ട് ലഗേജ് വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ AC വിൻഡോ ഒക്കെ ന്യൂ മോഡൽ ഒക്കെ ന്യൂ മോഡൽ. സ്ലീപ്പർ എത്രക്ക്? 22 സ്ലീപ്പർ കണ്ടില്ലേ. സ്ലീപ്പറൊക്കെ ഫുൾ വൈറ്റ് ബെഡ്ഷീറ്റ്. അതായത് ബെഡ്ഷീറ്റ് ഒക്കെ ഓരോ ട്രിപ്പില് മാറും. ഓരോ ട്രിപ്പില് ബെഡ്ഷീറ്റ് മാറുന്നുണ്ടോ നമ്മളെ അണ്ണൻ പറഞ്ഞത്. കാരണം ഈ വൈറ്റ് കണ്ടറിയാം പ്യൂർ ഫ്രഷ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും വരുന്നുണ്ട്. ഈ സൈഡില് ഡബിൾ സിംഗിൾ ടൈപ്പ് വരുന്ന ബർത്തില്ലേ. സിംഗിൾ ടൈപ്പ് ഇവിടെ ഡബിള്. ഇതിലും നമ്മളെ കണ്ടില്ലേ ചാർജറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 22 സ്ലീപ്പർ, 22 സീറ്റിംഗ്. വാട്ടർ ബോട്ടിൽ ബ്ലാങ്കറ്റ് പില്ലോ ഒക്കെ അതിൽ പെടും. അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തം കണ്ട നമ്മളെ വണ്ടിന്റെ ഫുൾ നീളവും കാര്യങ്ങളും. എല്ലാതും 22 സ്ലീപ്പറും വരുന്നുണ്ട്, 22 സീറ്റും വരുന്നുണ്ട്. അണ്ണാ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് എവിടുന്നൊക്കെ പിക്കപ്പ് ഇருக்கு? സിറ്റി പിക്കപ്പ് ಒಂದು ಸ್ಟಾರ್ಟಿಂಗ್ ಪಾಯಿಂಟ್ MG ರೋಡ್. അടുത്ത ಸೆಕೆಂಡ್ ಸ್ಟಾಪ್ ಒಂದು ಇಂದಿರಾನಗರ ಪೆಟ್ರೋಲ್ ಬಂಕ್ ಆಪೋಸಿಟ್ ಬಸ್ ಸ್ಟ್ಯಾಂಡ್. ಥರ್ಡ್ ಒಂದು ಟಿನ್ ಫ್ಯಾಕ್ಟ್ರಿ, ಅப்புறம் KR-ಪುರಂ, ಅப்புறம் ಮಾದೇವಪುರ, ಅப்புறம் ಮಾರ್ತಳ್ಳಿ, ಸರ್ಜಾಪುರ ಮೇನ್ ರೋಡ್, ಅப்புறம் HSR ಲೇಔಟ್, ಸಿಲ್ಕ್ ಬೋರ್ಡ್, ಮಡಿವಾಳ, ಸಾವಾರಿಯಾ ಹೋಟೆಲ್, ಮಡಿವಾಳ ಹೋಟೆಲ್. ಓಕೆ. உங்களுக்கு லால்பாக், அது விட்டா மெஜஸ்டிக், மெஜஸ்டிக், உப்பார்பேட்டை போலீஸ் ஸ்டேஷன்,
ಅದು ಬಿಟ್ಟು ಮೈಸೂರು ರೋಡ್ ಸ್ಯಾಟಲೈಟ್ ಬಸ್ ಸ್ಟ್ಯಾಂಡ್. സാറ്റലൈറ്റ് ലാസ്റ്റ് സാറ്റലൈറ്റ് ടോട്ടൽ എത്ര പിക്കപ്പ് പോയിന്റ് ഇருக்கு? ടോട്ടൽ ഒരു 12 പിക്കപ്പ് ഇருக்கு. 12 പിക്കപ്പ് പോയിന്റ് ബാംഗ്ലൂരിൽ ഇருக்கு. ഓ ബാംഗ്ലൂരിൽ നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ 12 പിക്കപ്പ് പോയിന്റ് ഉണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. അണ്ണാ CCTV ബാക്കിൽ ഇറങ്ങിருக்கு അല്ലേ? ബാക്കിൽ ഇருக்கு, ഫ്രണ്ടിൽ ഇருக்கு. അങ്ങനെ ഇതാക്കണോ നമ്മൾ വണ്ടി എടുത്തിട്ടാ നമ്മൾ നേരെ ഫസ്റ്റ് ടൈം വരുന്ന 7 മണിക്കല്ല ഫസ്റ്റ് പിക്കപ്പ് സ്റ്റാർട്ടിങ് എപ്പോഴാ? 8 മണിക്കാണ് സ്റ്റാർട്ടിങ്. അപ്പൊ സമയം കണ്ടില്ലേ? വീഡിയോ എടുക്കാൻ വേണ്ടി നൈസ് റോഡിൽ വന്നതാണ്. നമുക്ക് ഇനി പിക്കപ്പ് ഉള്ളത് 8 മണിക്കാണ്. അപ്പൊ നമ്മൾ തിരിച്ച് പിക്കപ്പിനെല്ലാം റെഡിയാണ് പോകണം. പിക്കപ്പിന് പോകുമ്പോൾ നമ്മൾ അഫ്സൽക്ക് അവിടെ കിടക്കല്ലേ? അഫ്സൽക്ക് റൂമിലുണ്ട്. അഫ്സൽഖാനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് കേരളത്തിലോട്ട് പോകാട്ടോ. നമ്മൾ നൈസ് റോഡാണ് ഈ കാണുന്നത്. ഏകദേശം സമയം 6:45 മണി ആണ് ബാംഗ്ലൂരിൽ നിങ്ങൾ ഈ കാണുന്നത്. നമ്മളങ്ങനെ ഇതാക്കണോ ഇന്നലെ രാത്രി ഫുള്ള് ഓടിച്ച് കാലിക്കറ്റ് എത്തി. കണ്ടില്ലേ? നമ്മളെ പാളയം നൈറ്റ് സർവീസിൻ്റെ സ്റ്റാൻഡിലുള്ളത്. ഒരു സ്റ്റാൻഡ് അപ്പുറത്തുണ്ട്. ഇത് പാളയത്തെ സ്റ്റാൻഡാണ്. ഇതാരൊക്കെ ഇയാളിന്നലെ നമ്മളെ കൂടെ ഉണ്ടായിന് കേട്ടോ. പറങ്ങിപ്പാനതാണ്. ഇനി നമ്മളെ അഫ്സൽഖാനെ നമുക്ക് ഇന്നലെ കിട്ടിയില്ല. അഫ്സൽക്ക് ഉള്ളിലുണ്ട്. ഏയ് എല്ലാരും ഇറങ്ങിയില്ലേ? ഒരാളോ? അത് സ്റ്റാൻഡിലെത്തിയിട്ട് ഒരാൾ ഇറങ്ങാൻ ബാക്കിയുണ്ട്. വിളിച്ചിട്ട് നീച്ചിട്ടില്ലേ? അത്രക്ക് കംഫർട്ട് ആയിട്ട് ആൾ ഇറങ്ങണേ. അടിപൊളി. അപ്പൊ അഫ്സൽക്ക ഇന്നലെ നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. വണ്ടിത്തെ സുഖം കൊണ്ട് ഞാൻ കടന്നുറങ്ങി പോവുകയും ചെയ്തു. ഇവിടെ രാവിലെ കണ്ടില്ലേ? പാളയത്ത് എത്തിയിട്ടാണ് നമ്മൾ നീച്ച്. യാത്ര അടിപൊളി. ഇതിലൊന്നും മൂത്രയിക്കണമെന്നുണ്ടായിനോ, പക്ഷെ അതിന് പോലും നീച്ചേണ്ടി വന്നില്ല. പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ ഇന്നലെ നമ്മൾ കണ്ട മാതിരിയല്ല. ബ്ലാങ്കറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുള്ളൂ. എന്താണ് നമ്മളെ കോഴിക്കോട്ട് നിന്നുള്ള പിക്കപ്പും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന്? 9:00 സ്റ്റാർട്ടിങ്. ഇനി തിരിച്ച് ബാംഗ്ലൂർക്ക് 9:00. ഇവിടെ തന്നെ സ്റ്റാർട്ടിങ്. ഇവിടെ തന്നെ മെമ്മലി റോഡ് തന്നെ ഇവിടുന്ന് തുടങ്ങും. പാളയത്തുനിന്ന്. ഫസ്റ്റ് പാളയം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ എരഞ്ഞിപ്പാലം. 9:45 മലാപ്പറമ്പ്. 9:50 ആകുമ്പോ NGO ക്വാർട്ടേഴ്സ്. 5:55 IAM. 10 കുന്നമംഗലം. 10:15 കൊടുവള്ളി. 10:30 താമരശ്ശേരി. 10:45 അടിവാരം. 11:30 മണിയാകുമ്പോൾ വണ്ടി വൈത്തിരിയെത്തും. 11:45 കൽപ്പറ്റ. 12:30 മണിയാകുമ്പോൾ മാനന്തവാടി. ലാസ്റ്റ് പിക്കപ്പ് മാനന്തവാടി. പിന്നെ നേരെ നമ്മൾ മൈസൂർ 6:30-7 മണിയാകുമ്പോഴത്തും നമ്മൾ ബാംഗ്ലൂർ എത്തും. ഇപ്പൊ നമ്മൾ ടൈം എത്രയാണ്? 7 ആവണുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഇപ്പൊ ഏകദേശം 10:00 അല്ലേ? 7 ഇവിടെ കോഴിക്കോട് കഴിഞ്ഞു. 7 ഇവിടെ ടൈം. പക്ഷെ പറഞ്ഞ ടൈമിലേറെ 10-20 മിനിറ്റ് നമ്മൾ മുന്നേ ഇവിടെ എത്തി. നമ്മൾ പാളയത്തെത്തി. ഇവിടെ ഇനി ഒരുപാട് വണ്ടികളുണ്ട്. മഴ ആയതുകൊണ്ട് കേട്ടോ പാർക്കിംഗ് ഇങ്ങനെ. അപ്പൊ നമ്മളെ ഒരാള് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ആളും കണ്ടാലോ? ലേഡി ഒന്നല്ലോ? ലേഡി ആണെങ്കിലാണ് സ്ഥിരം കസ്റ്റമറാന്നാ പറഞ്ഞത്. അപ്പൊ ആളൊന്ന് കാണിച്ചേക്കാം. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് നിങ്ങക്ക് വിശ്വാസക്കുറവാണ്ട. നീ ഉറങ്ങണു? കോഴിക്കോട് എത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, വിളിച്ച് ഞാൻ കുറച്ചേരം കിടക്കട്ടെ എന്ന് വെച്ചു. AC ഓഫ് ആക്കിയിട്ടില്ല. നിങ്ങളെ സ്ഥിരം കസ്റ്റമർ ആയത് മൂപ്പര്. ഇതല്ലേ സൗകര്യം. കോഴിക്കോട് എത്തിക്കഴിഞ്ഞിട്ട് AC ഇട്ടെടുത്തിക്കാണ്ട് കുറച്ചേരെങ്കിലും കുറച്ചേരം ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് നിക്കാണ്. അതാ മോമിൽക്കണ്ടോട്ടെ. മോമിൽക്ക വണ്ടി വന്നേക്കാൻ ഇറങ്ങി പാനില്ല. ചായ അടിച്ചാന്? ചായ വാങ്ങാൻ പോയത്. ഏറ്റവും ഹൈലൈറ്റ് അതെന്താറോ, നമ്മൾ നടന്ന ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും നമ്മളൊരു പാസഞ്ചർ ഇറങ്ങി പോയിട്ടില്ല. അയാൾക്ക് വേണ്ടിട്ടാണ് AC ഇട്ടെടുത്തിക്കണത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത്രക്ക് കംഫർട്ട് ആയിട്ടുള്ള യാത്ര എന്നാ പറഞ്ഞത്. അത് ബാക്ക് സീറ്റിലാണ് കിടന്നുറങ്ങണത്. അയാള് നല്ല ഉഷാറായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ കാവേരിന്റെ വിശേഷങ്ങള്. നമ്മൾ ആദ്യമായിട്ടൊക്കെ നമ്മളെ വ്ളോഗില് ബാത്റൂമിലുള്ള വണ്ടി നമ്മൾ ഇടുന്നത്. അപ്പം പല പിക്കപ്പും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ ഏതായാലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇനി പുത്ത വണ്ടിയിൽ ബാംഗ്ലൂർക്ക് പോകാനും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ നൈറ്റ് സർവീസിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ കിടില വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ വീണ്ടും വരും. അപ്പൊ ഏതായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒപ്പം കൂടി കൂടിക്കോളി. അപ്പൊ ബാക്കി നമുക്ക് ഇനി അടുത്ത വീഡിയോസ് കാണാം.